നമ്മൾ വിചാരിക്കണത് എന്താ? കണ്ണ് തന്നേക്കണേ എന്തിനാ? നമുക്കിഷ്ടമുള്ളത് കാണാൻ. ചെവി തന്നേക്കണേ എന്തിനാ? നമുക്ക് ഇഷ്ടമുള്ളത് കേൾക്കാൻ. നാവ് തന്നേക്കണേ എന്തിനാ? നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ, അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് പറയാൻ. ഇതിനല്ല നമ്മുടെ ശരീരം. നമുക്കൊരു ധാരണയുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ ശരീരം നമുക്ക് സുഖിക്കാനാന്നാ. അല്ലാട്ടോ, ഭാഗവതം പോലെയുള്ള ശാസ്ത്രങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. എന്തിനാ ഈ ശരീരം? പരോപകാരാർത്ഥം ഇതം ശരീരം. ഈ ശരീരം ഈശ്വരൻ തന്നിരിക്കുന്നത് മറ്റുള്ളവരെ സേവിക്കാനാ. സെർവിങ് ടു ഗ്രോ, ഗ്രോയിങ് ടു സെർവ് എന്ന് പണ്ടൊരു ബാങ്കിൻ്റെ മോട്ടോ ഉണ്ടായിരുന്നത് പോലെ. വളരുന്നത് എന്തിനാ? സേവിക്കാനാ. സേവിക്കുന്നത് എന്തിനാ? വളരാനാ. അപ്പോൾ ഈ മനുഷ്യശരീരം തന്നത് പരോപകാരാർത്ഥം ഇതം ശരീരം. പക്ഷെ കുരുത്തക്കേടിന് ഇത് ചെയ്യാത്ത ഒരൊറ്റ ജന്തുവേ ലോകത്തുള്ളൂ. രണ്ട് കാലുമ്പോൾ നടക്കുന്നൊരു ജന്തുവുണ്ട്, പരോപകാരം ചെയ്യാത്തത്. പരോ ഉപദ്രവേ ചെയ്യുള്ളൂ. ബാക്കി ഏതും വേണേ നോക്കുള്ളൂ. പരോപകാരായ ഫലന്തി വൃക്ഷ, പരോപകാരായ ദുഹന്തി ഗാവ, പരോപകാരായ സ്രവന്തി നദ്യ. നദികൾ ഒഴുകുന്നത് പരോപകാരത്തിന് വേണ്ടിയിട്ടാണ്. വൃക്ഷങ്ങൾ ഫലമൂലാദികൾ ഉണ്ടാക്കുന്നത്, പഴങ്ങൾ ഉണ്ടാക്കുന്നത് പരോപകാരത്തിന് വേണ്ടിയിട്ടാണ്. പശു അകിട് ചൊരുന്ന പാല് തരുന്നത് പരോപകാരത്തിന് വേണ്ടിയിട്ടാണ്. പരോപകാരാർത്ഥം ഇതം ശരീരം. പക്ഷേ അതറിയാത്തത് ഏറ്റവും ബുദ്ധിശാലിയായിട്ടുള്ള ജന്തു. അവൻ പരോപകാരം ചെയ്യില്ല, സ്വോപകാരമേ ചെയ്യുള്ളൂ. എൻ്റെ കാര്യമഖിലം നടക്കണം, എൻ്റെ ഭാര്യ സുതരും സുഖിക്കണം. ഇതാ ഫോർമുല. അപ്പം അങ്ങനെയുള്ള ഈ ദേഹത്തിനെ ഉപയോഗിക്കേണ്ടത് അവനവൻ്റെ ദേഹസുഖത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ദിവ്യമായിരിക്കുന്ന തപസ്സനുഷ്ഠിച്ച് അന്ധക്കരണവൃത്തികളെ ശുദ്ധമാക്കണം. അന്ധക്കരണവൃത്തികൾ ശുദ്ധമായാലേ ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ പറ്റുള്ളൂ. ഷഡീന്ദ്രിയ നിഗ്രഹം വരുത്തിയാലേ ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിനെന്താ വേണ്ടത്? ബഹിർമുഖങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കണം. അതാണ് അമ്പലത്തിലെ സകല അമ്പലങ്ങളിലെ ദീപസ്തംഭത്തിൻ്റെ ചുവട്ടിൽ ആമയെ കൊണ്ട് വച്ചിരിക്കുന്ന 24 ഗുരുക്കന്മാരിൽ പെടാത്ത ഗുരു. ആമയാവൂ, ആമയാവൂ, ആമയാവൂ. നിങ്ങൾ ഉള്ളിലേക്ക് ഇൻട്രോസ്പെക്ട് യുവർ സെൽഫ്, ആത്മപരിശോധന നടത്തൂ. സകല ഇന്ദ്രിയങ്ങളെ നിങ്ങൾ ഉള്ളിലേക്ക് വലിക്കൂ. പുറത്തേക്കല്ലേ വിട്ടിരിക്കുന്നത്? ആ പുറത്തേക്ക് വിട്ടിരിക്കുന്നതാണെങ്കിൽ ആ കണ്ണുകൊണ്ട് കാണുന്നത് ഭഗവാനെയാണ് കാണണ്ടേ. എപ്പോഴും അമ്പലത്തിലെ വിഗ്രഹത്തിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ കണ്ണുകൊണ്ട്? അങ്ങനെയല്ല പറഞ്ഞത്. കാണുന്നതൊക്കെ ഈശ്വരനാവണം. കാണുന്നതെല്ലാം നീയാകേണം. ശീർക്കാഴി ഗോവിന്ദരാജൻ പാടിയതാ. ദൃഷ്ടിസതാം ദർശനസ്തു ഭവത്തനൂനാം. ഇതിനാണ് കണ്ണു തന്നേക്കണേ. അപ്പോൾ ബർഹായിതേതേ നയനേ നരാണാം. ഈശ്വരനെ കാണാനായിട്ട് സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ മയിൽപ്പീലി പോലെയാ. മയിൽപ്പീലിയുടെ പ്രത്യേകത എന്താ? കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ അതിന് ജീവനില്ല, ചത്ത കണ്ണുകളാണ്. അപ്പോൾ ഭഗവാനെ കാണാൻ പറ്റണില്ലെങ്കിൽ, ഭഗവാനെ കാണാമെന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹത്തിലേക്ക് ഉറ്റുനോക്കണം എന്നല്ല, കാണുന്നതൊക്കെ കൃഷ്ണവിഗ്രഹങ്ങളായി തീരണം. ദശമസ്കന്ധത്തിൽ 13ാമത്തെ അധ്യായത്തിൽ ബ്രഹ്മമോഹനത്തിൽ നമുക്ക് കാണാം. ദദൃശന്തവ ഘനശ്യാമ പീതകൗശേയ വാസസാ ശ്രീവത്സംഗതോ രത്നകമ്പു കങ്കണ പാണയ. എന്തൊക്കെ കണ്ടോ, എന്തൊക്കെ കണ്ടോ, എന്തൊക്കെ കണ്ടോ, അത് മുഴുവൻ ഉണ്ണിക്കണ്ണൻ. ഇതിന് വേണ്ടിയിട്ടാണ് കണ്ണു തന്നേ. അപ്പോൾ അതിന് പകരം ആ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മറ്റ് വിഷയങ്ങളിലേക്കാണ് പോകുന്നത് എങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ആ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് അങ്ങോട്ട് അടക്കൂ, ആമയെപ്പോലെ. അതാണ് തപസ് എന്ന് പറഞ്ഞു. മനസ്സേന്ദ്രിയാണാം ച ഏകാഗ്രം തപ ഉച്യത്തെ. അപ്പോൾ അന്ധക്കരണവൃത്തികൾ ശുദ്ധമാവും. ഇന്ദ്രിയങ്ങൾ ബഹിർമുഖങ്ങളാവുമ്പോഴാണ് അന്ധക്കരണം മലീമസമാവണത്. അതിനു പകരം അന്തർമുഖമാക്കിയാൽ ശുദ്ധ്യധ്യസ്മാൽ ബ്രഹ്മസൗഖ്യം ത്വനന്തം, അങ്ങനത്തെ ബ്രഹ്മാനന്ദത്തിനെ അനുഭവിക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ ശരീരം. എന്തിന്? വ്യാപാര ചതുഷ്ടയം നേടാനല്ല, മറ്റൊരു ചതുഷ്ടയം നേടാൻ. പുരുഷാർത്ഥ ചതുഷ്ടയം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഈ 4 പുരുഷാർത്ഥങ്ങൾ. തത്രാപി മോക്ഷ ഏവാർത്ഥ ആത്യന്തികതയേഷ്യത്തെ എന്ന് ഇന്നലെ പൃഥുവിന് സനകാദികൾ പറഞ്ഞു കൊടുത്തു. പുരുഷാർത്ഥങ്ങൾ നേടണം. അതിൽ 4ാമത്തെ പുരുഷാർത്ഥമാണ് നിങ്ങൾ നേടേണ്ടത്. മോക്ഷം, കൈവല്യം, ആനന്ദം. അതാണ് ബ്രഹ്മസൗഖ്യം തു അനന്തം എന്ന് പറഞ്ഞു. നിത്യമായ ആനന്ദം, നശിക്കാത്തതായ ആനന്ദം, സാന്ദ്രാനന്ദം, ബ്രഹ്മാനന്ദം. ഇത് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ ആനന്ദസ്വരൂപികളാണ്.
നമ്മുടെ ഉള്ളിൽ തന്നെ ആനന്ദമുണ്ട്, പക്ഷേ നമ്മളത് കണ്ടെത്തണില്ല എന്ന് മാത്രം. കസ്തൂരിമാൻ എന്ന് പറഞ്ഞൊരു മാനിനെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ആ കസ്തൂരിമാൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അതിൻ്റെ ശരീരത്തിലൊരു ഗ്ലാൻഡ് ഉണ്ട്. ആ ഗ്ലാൻഡ് പൊട്ടിയിട്ടാണ് ഈ കസ്തൂരിയുടെ സുഗന്ധം പുറത്തേക്ക് വരിക. ഈ കസ്തൂരിമാൻ ഇത് പാഞ്ഞ് നടക്കത്ര, ഇത് എവിടെന്നാ ഈ സുഗന്ധം വരണേന്ന്, എവിടെന്നാ സുഗന്ധം വരണേന്ന് അറിയാത്തതുകൊണ്ട് പരക്കം പാഞ്ഞ് നടക്കുക. തൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ സുഗന്ധം വരണത് എന്ന് അറിയണില്ല കസ്തൂരിമാൻ. പൂതാന പാടിയില്ലേ, കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമപ്പൂ ചുമക്കുന്നു ഗർദഭം. കുങ്കുമപ്പൂവിൻ്റെ ഗന്ധം അറിയാണ്ട് കുങ്കുമത്തിൻ്റെ ചുമക്കണ കഴുതയെ പോലെയാ. പണ്ട് ഉത്സവകാലത്ത്, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഉത്സവകാലത്ത് അന്ന് ഈ ജനറേറ്ററൊന്നുമില്ല. ഈ ജനറേറ്ററോ അല്ലെങ്കിൽ നമ്മുടെ ഇൻവെർട്ടറോ അങ്ങനെ സാധനങ്ങളൊന്നുമില്ല. കറണ്ട് പോയാൽ, അമ്പലം വളപ്പിൽ കറണ്ട് പോയാൽ പെട്രോമാക്സ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. അത് ഇങ്ങനെ പല സ്ഥലത്തായിട്ട് വച്ചിട്ടുണ്ടാവും. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ പെട്രോമാക്സിൻ്റെ ഉടമസ്ഥന കടക്കാരൻ ഈ തൻ്റെ വേലക്കാരനോട് പറഞ്ഞു, ഒരു പെട്രോമാക്സ് തലയിൽ വെച്ചിട്ട് ഇത് ഇരുട്ടിലെടുത്ത് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. ഇയാളിത് തലയിൽ വെച്ചുകൊണ്ട് ആ അമ്പലപ്പറമ്പ് മുഴുവൻ നടന്നു. ഒരൊറ്റ സ്ഥലത്തും ഇരുട്ടില്ല. ഇരുട്ടുള്ളടുത്ത് വയ്ക്കാനല്ലേ പറഞ്ഞ്? പെട്രോമാക്സ് തലയിൽ വെച്ച് പോയാൽ ഇരുട്ടുണ്ടാവുമോ? ഇതാ നമ്മുടെ പ്രശ്നം. അപ്പോൾ ഈ മാനിൻ്റെ പോലെ തന്നിൽ താനായിട്ട് വിളങ്ങുന്ന ആ ചൈതന്യത്തിനെ നമുക്കറിയാൻ പറ്റണില്ല. ബ്രഹ്മാനന്ദം നമ്മുടെ ഉള്ളിലെന്ത്, ആനന്ദസ്വരൂപികളാണ് നമ്മൾ. ഇത് നമ്മൾ തിരിച്ചറിയാത്തതാ നമ്മുടെ കുഴപ്പം. വേറെ എങ്ങോട്ട് നമ്മൾ പോവണ്ട.